ഹായ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഫ്രേസസ്? അത് ഇംഗ്ലീഷ് നല്ലോണം അറിയുന്നവർക്ക് മാത്രമൊക്കെ അറിയുന്ന കാര്യമാണ് മേഡം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ല. അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചത്? ഫ്രേസസ് ഒക്കെ വെച്ച് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ അതൊന്നും നമുക്ക് പറ്റത്തില്ല. അങ്ങനല്ല. ഫ്രേസസ് എന്ന് പറയുന്നത് അർത്ഥമുള്ള ഒരു വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ ഒരു വാക്ക് നിന്നാൽ അതിന് അർത്ഥമാവില്ല. രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ അതിനൊരു അർത്ഥമാകുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഫ്രേസ് എന്ന് പറയാം. നമ്മൾ ഒത്തിരി ഫ്രേസ് നമ്മൾ അറിയാതെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പറയുന്നത് ഫ്രേസസ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ചുമ്മാ അങ്ങ് പറയും. അങ്ങനെ നമ്മൾ ചുമ്മാ പറയുന്ന, അത് ഫ്രേസസ് ആണെന്ന് മനസ്സിലാക്കാതെ പറയുന്ന കുറച്ച് ഫ്രേസസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് പരിചയപ്പെടുത്തി തരികയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഡോണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, കേട്ടിരുന്നോളുക. ഞാൻ പറഞ്ഞതിനൊപ്പം തന്നെ ഓരോ ഫ്രേസസും നിങ്ങൾ പറയും. ഹാവ് എ നൈസ് ഡേ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ. ഐ എം സോറി, എക്സ്ക്യൂസ് മീ, സീ യു സൂൺ. ഇതൊക്കെയാണോ ഫ്രേസ്? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ലേ, ഇതൊക്കെയാണ് ഫ്രേസസ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കുന്നവർ മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്രേസ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഫ്രേസസ് ആണ്. അപ്പൊ സന്തോഷമായല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹാവ് എ നൈസ് ഡേ, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സീ യു സൂൺ, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാട്ടോ. പിന്നെ എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം. പിന്നെ എന്താണ്? സീ യു ലേറ്റർ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഫ്രേസസ്. ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറയാം ഐ എഗ്രി, ഞാൻ സമ്മതിക്കുന്നു. ഐ ഡോണ്ട് എഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഐ ഡോണ്ട് എഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഐ എഗ്രി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു. ഐ ഡോണ്ട് എഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കമോൺ, വേഗം വാ എന്ന അർത്ഥവുമുണ്ട്. പിന്നെ എന്താണ്? ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് കമോൺ കമോൺ എന്ന് പറയുകയാണെങ്കിൽ വേഗാവട്ടെ വേഗാവട്ടെ എന്നുള്ളത്. ഇതൊക്കെ എന്താണ്? ഫ്രേസസ് ആണ്. മാറ്റം. നമ്മളിപ്പോ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഡസൻ മാറ്റർ. അതൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ മാറ്റർ, അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ പറയില്ല. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇറ്റ് ഡസൻ മാറ്റർ. വാട്ട് യു മീൻ, വാട്ട് യു മീൻ, വാട്ട് ഹാപ്പൻ, വാട്ട് യു മീൻ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഹാപ്പൻ, എന്തു പറ്റി? ബി കെയർഫുൾ, വെൽ ഡൺ, ബി കെയർഫുൾ, ശ്രദ്ധിച്ചിരിക്കൂ. വെൽ ഡൺ, നന്നായി ചെയ്തു. ഹറി അപ്പ്, വേഗമാവട്ടെ. ഇതൊക്കെ എന്താണ്? ഫ്രേസസ്. നെവർ മൈൻഡ്, ഒന്ന് കാര്യാക്കണ്ടെന്നേ. നോ പ്രോബ്ലം, പ്രശ്നമില്ല. നെവർ മൈൻഡ്, നോ പ്രോബ്ലം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കതൊന്നും പ്രശ്നമല്ല. വെയിറ്റ് എ മിനിറ്റ്, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യ്. ടേക്ക്, ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ എന്താണ്? ഫ്രേസസ് ആണ്. ഇതിൽ ഒരു ഫ്രേസ് പോലും ഞാൻ നിങ്ങളെ പുതിയത് പറഞ്ഞതെന്ന് പഠിപ്പിച്ചതല്ല. അത് നിങ്ങൾക്ക് ഉറപ്പല്ലേ? ഒന്നുപോലും നിങ്ങൾ കേൾക്കാത്തതുമല്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പേടിച്ചിരിക്കുന്ന ഈ ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മളോട് ഒരാൾ പറയണം ഫ്രേസസ് ഉപയോഗിച്ച് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം ഫ്രേസ് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം ഫ്രേസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കുഞ്ഞൻ വേർഡുകളൊക്കെ എന്താണ്? ഫ്രേസിൽ ഒത്തിരി വലിയതൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രേസിൽ പെടുന്നതാണെന്നും നമുക്ക് മനസ്സിലായി. കുഞ്ഞനൊരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് തന്നത്. പക്ഷെ നിങ്ങളുടെ വലിയ അറിവിലോട്ട് അത് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുക, 1-2 വട്ടം കേട്ട് ഫ്രേസ് എന്താണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ, പഴയൊരു വീഡിയോയിൽ ഫ്രേസസ് എന്താണെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഇതിൽ തരാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രേസ് ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. 2ഓ അതിൽ കൂടുതലോ വാക്കുകൾ, അർത്ഥമുള്ള വാക്കുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക അത് ഫ്രേസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഈ കുഞ്ഞൻ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ബൈ പറഞ്ഞു പോവുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.